നവംബർ 25-ന് റിലീസാകുന്ന SGയുടെ പുതിയ ചിത്രം കാവൽ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നിതിൻ രഞ്ജി പണിക്കർ, ഒപ്പം രഞ്ജിൻ രാജ്. ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രവും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന നന്മകളും എവിടെയെങ്കിലും ഒക്കെ കൂടിച്ചേരുന്നുണ്ടോ? സിനിമയിലെ കഥാപാത്രം സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതമായിട്ട് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി ചിത്രം എന്ന് പറയുമ്പോഴേക്കും സാധാരണ ഓരോ സിനിമയിലും സുരേഷിന്റെ എൻട്രി വരുമ്പോൾ ഒരു മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആ സിനിമയെ കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കാവലിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോ ടീസർ തൊട്ട് നമ്മുടെ തീം മ്യൂസിക് പോകുന്നുണ്ട്. ആ തീം മ്യൂസിക്കിന് തന്നെ 3 വേരിയേഷൻസ്. അതെ, തീം മ്യൂസിക്കിന് ആൾക്കാരുടെ ക്യാരക്ടേഴ്സിന് ഇമോഷൻസ് അനുസരിച്ച് അതിന്റെ പല വേർഷൻസ് ആണ്. അപ്പൊ രഞ്ജിൻ ബ്രോ, കാവലിലെ ആ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി. ഒരു കാറ്റിനാൽ തിരിയൂതുവേ മെഴുകോർമകൾ ഇരുളാകവേ പറയാതെ പോയി. സംവിധായകനാണ്, ഒപ്പം എഴുത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും അച്ഛൻ തന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? വെൽത്ത് കഴിയുമ്പോഴാണ് ഞാൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അന്ന് രാവിലെ ഷൂട്ടിന് പോകുമ്പോൾ അല്ലെ തലേദിവസമൊക്കെ അച്ഛൻ പറഞ്ഞ സിനിമയാണ് ഉദ്ദേശമെങ്കിൽ എഴുതാൻ പ്രാപ്തി ആദ്യം ഉണ്ടാകുക. സ്വയം എഴുതി സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം സുരേഷ് ഏട്ടന്റെ ഏതെങ്കിലും ഒരു ചിത്രത്തിലെ ഗാനം പാടിക്കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. നമസ്കാരം, എല്ലാ ഇന്ത്യ ഗിൽസ് പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ വിഷ്വൽ ട്രീറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു ഡയലോഗ് എന്ന് പറയുന്നതും രഞ്ജി പണിക്കർ സാർ എഴുതിയ ഡയലോഗുകളാണ് ഇന്നും ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് എന്നെ ചോദിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ആക്ഷൻ കിങ്ങിനെ തിരിച്ചു കൊണ്ടുവരുന്ന പടമായിരിക്കുമോ? അങ്ങനെയുള്ള നീണ്ട ഡയലോഗുകൾ ഈ സിനിമയിലുണ്ടോ? അങ്ങനെ ആക്ഷൻ കിങ്ങിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പാകത്തിന് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫിന് വേണ്ടിയിട്ട് ഒരു ഇടവേള എടുത്തിട്ടുണ്ടാവുന്നതായിരിക്കും. തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു 90s അദ്ദേഹം എന്തായിരുന്നു ആ വൈബ് കിട്ടുന്ന സിനിമയായിരിക്കും. എന്നാൽ പ്രസൻറ്റ് കണ്ടംപററി ആയിട്ടുള്ള എല്ലാ മാറിയ രീതികൾക്കനുസരിച്ചിട്ടുള്ള വൈബുള്ള സിനിമയായിരിക്കും. തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ കാണാൻ ഇഷ്ടമുള്ളവർക്ക്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇഷ്ടമുള്ളവർക്ക് ട്രീറ്റ് ആവാൻ പോകുന്നൊരു സിനിമയായിരിക്കും വിശ്വസിക്കുന്നു. ഓക്കെ. ഡയലോഗ്സ് ഇപ്പോൾ അച്ഛൻ്റെ സിനിമകളിലുള്ള പോലത്തെ ഡയലോഗ്സ് അതിനെ ഒരു പിന്തുടർച്ച പോലെ ഞാൻ എൻ്റെ ആദ്യ സിനിമയിൽ ശ്രമിച്ചിട്ടില്ല. ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള, ഇതിലെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട്. ഡയലോഗ്സിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു കണ്ടന്റും അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു സഞ്ചാരം അച്ഛൻ്റെ സിനിമകളിലെ പോലത്തെ അല്ല. കമ്മീഷനോ അല്ലെങ്കിൽ ഏകലവ്യനോ ആ ഒരു പാറ്റേണിലുള്ള സിനിമയല്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇതിനകത്തുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ട്രെയിലറിലും ടീസറിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അത്തരം ഒരു ടോണിലുള്ള ഒരു സിനിമയും ഡയലോഗ്സ് ആയാലും എന്തായാലും ആ ഒരു മൂഡിലുള്ളൊരു പരിപാടിയായിരിക്കും. അപ്പം മ്യൂസിക് ഡയറക്ഷൻ രഞ്ജിൻ രാജാണ്. ഈ ഒരു കഴിഞ്ഞൊരു ഇടവേളയിൽ കാണെ കാണെ എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോഴും പലരുടെയും മനസ്സിൽ കിടക്കുമ്പോൾ തന്നെ ഇതിലെ പാട്ടുകൾ വന്നപ്പോൾ തന്നെ ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. സാധാരണ എന്താ പറയാ, സംവിധായകൻ തന്നെ പറയുന്നത് ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ചെന്നിരുന്ന് ആ പടവുമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. സോ ഇതിലെ പാട്ടുകളെ കുറിച്ച് 2 പാട്ടിലുള്ളത്, 2 പാട്ടിൽ ഒരു ബാത്തോസും ഒരു ഹാപ്പി സോങ് എന്ന് പറയാം. ഒരു ഫാമിലി ഇമോഷൻസും കൂടെ കൺവേ ചെയ്യുന്ന ഒരു സോങ് ആണ്. 2 പാട്ടിൽ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പ്രതികരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിതിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏത് കൈൻഡ് ഓഫ് സോങ്സ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇതിന് ഓൾറെഡി കൺവേ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇൻഡയറക്റ്റ്ലി എങ്കിലും ഇൻജെക്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ സിനിമയ്ക്ക് വേണ്ട ഒരു കളർ ഓഫ് മ്യൂസിക്, ടൊണാലിറ്റി ഓഫ് മ്യൂസിക് എന്നുള്ള കാര്യം എനിക്ക് ആ സംസാരത്തിന് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പോസ് ചെയ്തപ്പോൾ തന്നെ അധികം കറക്ഷൻസിലേക്കൊന്നും പോകാതെ തന്നെ പെട്ടെന്ന് അപ്രൂവ് ആയ പാട്ടുകളാണ് തോന്നുന്നു. കാരണം അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഉണ്ടായ പാട്ടുകളാണ്. ഒരു പരിധി വരെ നിതിൻ്റെ മൈൻഡിലും അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസിലൂടെയും ട്രാവൽ ചെയ്യാൻ അനുവദിച്ച പാട്ടുകളാണ് ഈ 2 പാട്ടുകളും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ സോങ്സ് ഉണ്ടാക്കിയതിൽ. നല്ല പാട്ടുകളാണ്.
അപ്പൊ രഞ്ജിൻ ബ്രോ കാവലിലെ ആ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി. കാർമേഘം മൂടുന്നു, കണ്ണീരാ പെയ്യുന്നു, ഇടറി വീഴുമീ കിനാവ് കൂട്ടിലാ, ഇഴമുറിഞ്ഞു ഇരുത്തേങ്ങൾ ബാക്കിയ, ഒരു കാറ്റിനാൽ തിരിയൂതുവേ മെഴുകോർമകൾ ഇരുളാകവേ പറയാതെ പോയി. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ആ വേദിയിലുണ്ടായിരുന്നു. കോടീശ്വരൻ പരിപാടിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റ് മത്സരാർത്ഥി പറയുകയാണ്, എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു പാടാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സുരേഷ് സാറിനോട് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം അത് ഏറ്റെടുത്ത് നിതിൻ ബ്രോയോട് പറയുകയും പിന്നെ അദ്ദേഹം ആ പാട്ട് പാടുകയും ചെയ്തു. സുരേഷ് ഏട്ടൻ എപ്പോഴാണ് ആ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ നിതിൻ ബ്രോയെ വിളിച്ച കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അതിന്റെ ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. ലേറ്റ് നൈറ്റ് അല്ലേ ആ ഷോ. ടെലികാസ്റ്റ് കണ്ടു, അങ്ങനെ അദ്ദേഹം പാടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുരേഷങ്ങളെ വിളിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനത് കേട്ടു, നല്ല വോയിസാണ്, സുരേഷങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണത്. കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സുരേഷ് അങ്കിളിനോട് സംസാരിച്ചു, ജോബി ചേട്ടനോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ കൂട്ടായ്മയിൽ ഡിസൈഡ് ചെയ്തതാണ്. അങ്ങനെയാണ് സന്തോഷത്തെ പാടിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ. ആൻഡ് സന്തോഷ് ഈ പാട്ട് പാടിയപ്പോഴും അതിന് ഒരു സ്വീകാര്യത ലഭിച്ചു. അപ്പം സുരേഷ് ഏട്ടൻ എല്ലാ കാര്യങ്ങളിലും എന്താ പറയാ, കെയറിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഒരു ചേട്ടച്ചനാണ്, ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പല രീതിയിൽ സഹോദരനായിട്ടും അച്ഛനായിട്ടും ഒക്കെ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു പടത്തിന്റെ പേര് കാവൽ എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും ഇന്ന് സൊസൈറ്റിക്ക് അറിയാം, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുരേഷ് ഏട്ടൻ ഒരു കാവലായിട്ട് ജനങ്ങളോടൊപ്പം ഉണ്ട്. ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രവും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന നന്മകളും എവിടെയെങ്കിലുമൊക്കെ കൂടിച്ചേരുന്നുണ്ടോ? സിനിമയിലെ കഥാപാത്രവും സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ. ഈ സിനിമയിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫും അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പൊളിറ്റിക്സിന് മുമ്പും അദ്ദേഹം ഒരുപാട് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മീഡിയ ഒക്കെ ഇച്ചിലൂടെ റിലവൻ്റ് ആയതുകൊണ്ട് ഇച്ചിലൂടെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഓക്കെ. അതിനപ്പുറത്തേക്ക് സിനിമയിൽ അങ്ങനെ ആ കഥാപാത്രവും അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. സിനിമയിലെ കഥാപാത്രം എവിടെയൊക്കെയോ ആർക്കൊക്കെ കാവലാകുന്നു എന്നൊരു അർത്ഥത്തിലാണ് ആ ടൈറ്റിൽ വന്നത്. ആൻഡ് രഞ്ജി പണിക്കർ സാറ്, സുരേഷ് ഗോപി സാറ്, ഇവർ രണ്ടുപേരും കൂടി അഭിനയിക്കുന്ന ആ സീക്വൻസുകൾ, പ്രത്യേകിച്ച് രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ മാസ് ഡയലോഗുകൾ പറയുന്നത് പടങ്ങൾ ഹിറ്റാവുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ പ്രസൻസ് തമ്പാനും ഒപ്പം തമ്പാൻ എന്നുള്ള കഥാപാത്രം ഒപ്പം രഞ്ജി പണിക്കർ സാറും ശക്തമായ ഒരു കഥാപാത്രത്തിൽ നിൽക്കുമ്പോഴേക്കും ആസ് എ ഡയറക്ടർ ഇത് നോക്കി കാണുമ്പോൾ വേറൊരു ക്രിയേഷൻ, വേറൊരു മൂഡ് കണ്ടിരുന്നോ ആ ഒരു അവരുടെ പ്രസൻസിൽ? അല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ സിനിമയിൽ അഭിനയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം സുരേഷ് അങ്കിളിനെ മനസ്സ് കണ്ടിട്ടാണ് സിനിമ എഴുതുന്നത്. അച്ഛൻ ചെയ്ത കഥാപാത്രം മറ്റൊരാളാണ് ചെയ്യാനിരുന്നത് ആദ്യത്തെ പ്ലാനിങ്ങിൽ. പിന്നീട് അത് അച്ഛനിലേക്ക് ആ കഥാപാത്രം വരിക, അച്ഛൻ ചെയ്യാൻ സമ്മതിക്കുകയാണ്. അപ്പം അച്ഛൻ ഈ സ്ക്രിപ്റ്റ് ടോട്ടലി അറിയാം. അത് ആര് അഭിനയിച്ചാലും അച്ഛന് ഇത് എത്രയോ നാൾ മുമ്പ് ഈ സ്ക്രിപ്റ്റ് അറിയാം. പിന്നെ ഈ രണ്ടു പേർക്കും ഇവർക്ക് ഇത്തരം ഒരു സിനിമയിൽ വേണ്ട ഒരു പെർഫോമൻസിൻ്റെ ഒരു ഗ്രാവിറ്റി രണ്ടുപേർക്കും അറിയാം. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് പണി കുറവായിരുന്നു എന്ന് പറയാം. കാരണം ഇവരുടെ ഇംപ്രവൈസേഷൻസും ഇവർക്ക് ഓൾറെഡി ഇവർ ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് എന്താണ് ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, ആസ് എ ഡയറക്ടർ ഞാൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവർക്ക് ധാരണയുണ്ടായിരുന്നു. ഈ രണ്ടുപേരും ഒരുമിച്ചൊരു സ്ക്രീനിൽ വരിക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നത്. കാരണം ഞാൻ കണ്ടു വളർന്ന സിനിമകൾ എഴുതിയിട്ടുള്ള അച്ഛനാണ്, സുരേഷ് അങ്കിളാണ് അതിൽ ഒരു മെജോറിറ്റിയിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്നെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഡയറക്ടർ ആവാൻ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള, എന്നെ തോന്നിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇവരുടെ സിനിമകളും കണ്ടു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഒപ്പം അച്ഛൻ ആസ് എ റൈറ്റർ അച്ഛനൂടെ കൊളാബറേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയത് അത് വേറെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് ഡേ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള കോമ്പിനേഷൻസ് ആയിരുന്നു പടത്തിൻ്റെ. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, രണ്ടുപേരും എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയ രണ്ട് ആക്ടേഴ്സ്. സ്ക്രീനിൽ ആ രണ്ടുപേരും നമ്മൾ ഒരു ആവറേജ് ഒരു സിനിമ പ്രേക്ഷകനുള്ളൊരു കൗതുകം ഉണ്ടാവും. രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ എന്തായിരിക്കും
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാം, തിയേറ്റർ ഓക്കെ. റിലീസ് ചെയ്യുമ്പോൾ കാണാം. ഈ രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി ചിത്രം എന്ന് പറയുമ്പോഴേക്കും സാധാരണ ഓരോ സിനിമയിലും സുരേഷ് ഏട്ടന് എൻട്രി വരുമ്പം ഒരു മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആ സിനിമയെ കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നതുണ്ട്. കാവലിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളിപ്പോ ടീസർ തൊട്ട് നമ്മുടെ തീം മ്യൂസിക് പോകുന്നുണ്ട്. ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി, നമുക്ക് ഒരുപാട് പ്രതികരണങ്ങളിലൂടെ ആ മനസ്സിലാവുന്നുണ്ട്. തീം മ്യൂസിക്കിന് തന്നെ 3 വേരിയേഷൻസ് ഉണ്ട്. അതെ, തീം മ്യൂസിക്കിന് ആൾക്കാരുടെ ക്യാരക്ടേഴ്സിന് ഇമോഷൻസ് അനുസരിച്ച് അതിന്റെ പല വെർഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു തീം മ്യൂസിക് നമ്മൾ ആ കേട്ട സുരേഷ് അങ്കളുടെ തീം മ്യൂസിക് എന്ന് പറയുന്നതിന് 3 വേരിയേഷൻസ് ഉണ്ട്. അത് സിനിമയിൽ 3 വളരെ വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിലാണ് ആ 3 ഇൻട്രൊഡക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 3 ഇൻട്രൊഡക്ഷൻസിൽ ആ ഒരേ മ്യൂസിക്കിന്റെ 3 വകഭേദം അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ അതാ പറഞ്ഞു, കുറച്ച് ഇപ്പം നമ്മളൊരു ബേസിക് ആയിട്ടൊരു ഫോമാറ്റ് അതിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ചില ഏരിയാസിൽ ചില ഇമോഷൻസിൽ അല്ലെങ്കിൽ ചില ഒരു അപ്രോച്ചിൽ വിഷ്വലി ട്രീറ്റ് ചെയ്തിരിക്കുന്ന അപ്രോച്ചിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന ഇമോഷൻസ് അങ്ങനെയാണ്. അപ്പോൾ എക്സൈറ്റിംഗ് ആയിരുന്നു ഡെഫിനറ്റ് ആയിട്ടും. ആസ് എ മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു കാവലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഞങ്ങൾ എൻജോയ് ചെയ്തു, പടം കണ്ടിട്ടും ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നു. ബാക്കിയെല്ലാം റെസ്റ്റ് ഓഫ് എവറിത്തിങ് ഓഡിയനാണ് നമ്മളെല്ലാം. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കസബ എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിതിൻ രഞ്ജി പണിക്കർ എന്ന് പറയുന്ന ഡയറക്ടർ യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വിഷനാണ്. പക്ഷെ ഇതിന്റെ ഒരു ട്രെയിലർ കാണുമ്പോഴൊക്കെ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഫാമിലി ഓഡിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു ചിത്രം എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന്റെ ഓരോ സെക്കൻഡും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു പ്ലാനിങ് ഈ ഒരു പടത്തിന്. ടാർഗറ്റ് ചെയ്ത് എഴുതപ്പെട്ട സ്ക്രിപ്റ്റ് അല്ല, പക്ഷേ ഈ സിനിമ യങ്സ്റ്റേഴ്സിനൊപ്പം തന്നെ കുറച്ചുകൂടെ ഒരു പക്ഷേ കസബ ഒരു ഫാമിലി ഓഡിയൻസിന് എത്രത്തോളം തൃപ്തകരമായിരുന്നു അല്ലെങ്കിൽ അവരെ എത്രത്തോളം അട്രാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാവലിനകത്ത് കസബയിൽ ഇല്ലാത്തൊരു പോയിന്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ആസ്പെക്റ്റ് ഉണ്ട്. അത് ഫാമിലിക്കും കൂടെ താല്പര്യമുള്ള തരം സന്ദർഭങ്ങളിൽ കൂടെ പോകുന്നൊരു സിനിമയായിരിക്കും. യങ്സ്റ്റേഴ്സിനുള്ളതുണ്ട്, ഫാമിലിക്കുള്ളതുണ്ട്. ഓരോ സിനിമയും നമ്മളങ്ങനെ ഇന്ന വിഭാഗത്തെ കേറ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ലോ. സിനിമയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു അത് ഡിമാൻഡ് ചെയ്യുന്നൊരു ക്രൗഡുണ്ട്. കാവലിൽ ഫാമിലി ആസ്പെക്ട് കുറച്ച് കൂടുതലുണ്ട് കസബയെക്കാട്ടിൽ. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മകൻ ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴേക്കും സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സജഷൻസ് അച്ഛൻ എന്തെങ്കിലും സജഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാനൊരു 4ാമത്തെ 5ാമത്തെ ഡ്രാഫ്റ്റാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു 3rd ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ 4th ഡ്രാഫ്റ്റ് ആകുമ്പോൾ എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് മാറും. എൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് എൻ്റെ പിന്നെ ഞാൻ അതിലിരിക്കും. അപ്പോൾ ഒരു 4th ഡ്രാഫ്റ്റ് ഒക്കെ എത്തുമ്പം അത് കസബയായാലും കാവലായാലും അച്ഛൻ വായിക്കാൻ കൊടുക്കുകയും അച്ഛനാണ് അത് ആദ്യം വായിക്കുക, പുറത്തുനിന്ന് വായിക്കുകയും അച്ഛൻ്റെ സജഷൻസും കറക്ഷൻസൊക്കെ പറയും. അത് ഞാനത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഈ പറയുന്ന കറക്ഷൻസ് അച്ഛന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് ആ സിനിമയ്ക്ക് കറക്റ്റാണ് എന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ അത്തരം കറക്ഷൻസും അല്ലെങ്കിൽ ചേഞ്ചസൊക്കെ വരുത്താറുണ്ട്. ഒപ്പം സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് സിനിമ ആയിക്കോട്ടെ ടെലിവിഷൻ ഷോ ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളിലായിരുന്നാലും അഭിപ്രായം അപ്പം തന്നെ തുറന്നു പറയുന്ന വ്യക്തിയാണ്. അപ്പം ഈ ഷൂട്ടിന്റെ ഇടയിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിതിനെ ഇതിങ്ങനെ വേണം ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു നിറസാന്നിധ്യമായിട്ട് 40 വർഷത്തിന് മുകളിലായി. ഞാൻ ചെയ്യുന്ന സിനിമയുടെ ഒരു ജോണർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവത്തിലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത്തരം സിനിമകൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടും എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഗൈഡൻസ് നടന്നിട്ടുണ്ട്. എനിക്ക് കൺവിൻസിങ് ആവുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൺവിൻസിങ് ആകുമ്പോഴാണ് ഞങ്ങളൊരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സെൻസിബിൾ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പറയുന്ന ആളാണ്. സെൻസിബിൾ ആയിട്ടുള്ള സജഷൻസ് പറയുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു ആസ് എ വെരി ബിഗിനറാണ്. ഞാൻ എൻ്റെ 2ാമത്തെ സിനിമയാണ്. അപ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള മറ്റൊരു ദുരുദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമ്മുടെ കുറവുകളോ അല്ലെങ്കിൽ പോരായ്മകളോ തിരുത്തുക, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പം കാവലിന് സംഭവിച്ചിട്ടുണ്ട്, കസബയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അതൊക്കെ ഉണ്ടാവും. ലൂസിഫറിലെ ഒരു രംഗം ഇതുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ട്രെയിലർ വന്നപ്പോൾ തന്നെ കാൽമി വെച്ചിട്ട് സുരേഷ് ഏട്ടൻ ഇങ്ങനെ നിർത്തുന്ന സംഭവം അതുമായിട്ട് ഒരു താരതമ്യം വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിലെ ആ ഒരു സീൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി അതിന് അത്രയും അത്യാവശ്യമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് വന്നതാണോ? അത്യാവശ്യമായ ഘട്ടത്തിലേക്ക് വന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ സിനിമയ്ക്ക് ആ രംഗത്തിന് അങ്ങനെ ഒരു സീക്വൻസ് നിർബന്ധമായിട്ട് തോന്നി. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. ലൂസിഫർ ആണോ, ഒളിമ്പ്യൻ ആന്റണി ആണോ, സത്യമേവ ജയതയാണോ എന്നൊന്നും അതൊക്കെ എല്ലാ പടങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. ഈ സിനിമയ്ക്ക് അതൊരു ആക്ഷൻ രംഗമൊന്നുമല്ല, അതൊരു നോർമൽ സീനാണ്. ആ സീനിനകത്തൊരു പോയിന്റിൽ അങ്ങനെ ഒരു പ്രതികരണം വേണം.
അപ്പം അങ്ങനെ ഒരു സീക്വൻസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ. ആൻഡ് രഞ്ജിൻ ബ്രോ, കാവലിലെ തന്നെ മനോഹരമായ മറ്റൊരു ഗാനം താങ്കളുടെ ശബ്ദത്തിൽ നിന്ന്. എന്നോമൽ നിധിയല്ലേ കൺപീലി മനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരിക്ക് ഞാൻ കാവലായി. എത്ര പാട്ടുകളാണ് ഇതിലുള്ളത്? 2 സോങ്സ് തന്നെ ഉള്ളൂ. പറഞ്ഞ പോലെ ചിത്രേച്ചി പാടുന്ന ഒരു വേർഷനാണ് നമ്മളെപ്പോഴും സംസാരിച്ച സന്തോഷ് പാടിയ പ്രൊമോ സോങ് എന്ന് പറയുന്നത്. സിനിമയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവിലാണ് അത് വരുന്നത്. ചിത്രേച്ചി പാടിയ വേർഷനാണ് സിനിമയിൽ ഉള്ളത്. ഇത് രണ്ടും അല്ലാതെ ഒരു മ്യൂസിക്കൽ മോണ്ടാഷ് ഉണ്ട്. അതെ. വേറെ ഡിഫറെന്റ് വരുന്നത് ചെറിയൊരു കുഞ്ഞു പാട്ട് പോലെ ഫീൽ ചെയ്യുന്ന പാട്ടാക്കാൻ പറ്റിയൊരു ട്യൂണാണ്. ഫൈനലി രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളിൽ നിതിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്ന ചിത്രം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇഷ്ടമാണ് ലേലവും പത്രവും. ഓക്കെ. കമ്മീഷണർ ഇഷ്ടമാണ്. ലേലമാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. പത്രവും. ആൻഡ് രഞ്ജിൻ ബ്രോ ഏതാണ്? എനിക്ക് ലേലം തന്നെയാണ്. ലേലം ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. ഏറ്റവും എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ലേലത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പം ആനക്കാട്ടിൽ ചാക്കോച്ചി സെക്കൻഡ് പാർട്ട് ലേലം 2 കുറെ ചർച്ചകള് യൂട്യൂബിലൊക്കെ സംഭവം വന്നതാണ്. ഇപ്പൊ കാവൽ വരുമ്പോൾ പോലും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുറെ ഇങ്ങനെ എനിക്കൊന്ന് പ്രോജക്റ്റ് ആയിട്ട് പോലും നിതിൻ ബ്രോ ഇടയ്ക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ലേലം 2 ഇത് കഴിഞ്ഞ ഉണ്ടാകുമോ? ലേലം 2 ഒരു 5 കൊല്ലം മുമ്പ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അത് പൂർണ്ണമായിട്ട് അച്ഛൻ എഴുതുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ അച്ഛന് അത് എഴുതാനുള്ളൊരു സമയം വേണം. അച്ഛന് ഈ അഭിനയത്തിൻ്റെ തിരക്കുകളുണ്ട്. 2 ലേലം പോലൊരു സിനിമയുടെ 2ാം ഭാഗം ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിനുള്ളൊരു വെയിറ്റ് കൂടുതലാണ്. കാരണം അന്ന് അച്ഛൻ എഴുതി, സുരേഷ് ശങ്കറിൽ അഭിനയിച്ച്, ജോഷി സാറ് ഡയറക്ടേഴ്സുണ്ട്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ അത് നമ്മൾ സാധാരണ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് എത്രയോ മടങ്ങ് ഒരുക്കങ്ങൾ വേണം. അപ്പം അത് സംഭവിക്കും പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഓക്കെ. കാവലിനൊരു 2ാം ഭാഗം ഉണ്ടാകുമോ? കാവലിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ഇറങ്ങി തിയേറ്ററിൽ നന്നായിട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാൻ 2ാം ഭാഗം. ആസിറ്റ് അങ്ങനത്തെ പ്ലാൻ ചെയ്യാൻ വേണ്ട. ഒരു ഭാഗം ഒന്ന് ഇറങ്ങിയിട്ട് അത് സേഫായിട്ട് പോട്ടെ, നന്നായിട്ട് പോട്ടെ, ഓക്കെ, എന്നിട്ടല്ലേ ഉള്ളൂ. ഈ ഇൻഡസ്ട്രിയില് സംവിധായകനാണ്, ഒപ്പം എഴുത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും അച്ഛൻ തന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? അല്ല, ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴാണ് ഒരു സിനിമ എന്ന് പറയുന്നൊരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. 12th കഴിയുമ്പോഴാണ് ഞാൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് രാവിലെ ഷൂട്ടിന് പോകുമ്പോൾ അല്ലെ തലേദിവസമൊക്കെ അച്ഛൻ പറഞ്ഞ സിനിമയാണ് ഉദ്ദേശമെങ്കിൽ എഴുതാൻ പ്രാപ്തി ആദ്യം ഉണ്ടാകുക. സ്വയം എഴുതി സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മറ്റൊരാളുടെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യാന്ന് പറയുന്ന അച്ഛന് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എഴുതാൻ പ്രാപ്തനാകുക, അതിനുശേഷം മാത്രം സിനിമയിലേക്ക് വന്നാൽ മതി എന്നുള്ളൊരു അഡ്വൈസായിരുന്നു. അത് ഞാനിപ്പോൾ 2 സിനിമ ദേവനെക്കുറിച്ച് എനിക്ക് എഴുതാൻ പറ്റി, അടുത്തതും അതിൻ്റെ എഴുത്ത് നടക്കുന്നു. അപ്പം അതാണ് അച്ഛൻ്റെ ഒരു അഡ്വൈസ് ഉള്ളത്. ഈ ഒരു ചാറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ രഞ്ജിൻ രാജ് ബ്രോ സുരേഷ് ഏട്ടന്റെ ഏതെങ്കിലും ഒരു ചിത്രത്തിലെ ഗാനം പാടിക്കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പ്ലീസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോങ്സ് ഉണ്ട് സുരേഷ് ഏട്ടൻ്റെ. അല്ല, ഒരു രാത്രി കൂടി പാടാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. താങ്ക് യു. അപ്പോ കാവല് തിയേറ്ററിൽ ഒരു വൻ വിജയമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും രണ്ടാൾക്കും. താങ്ക് യു.